ഈ കാസ്റ്റിംഗ് കൗച്ച് അല്ലെങ്കിൽ ലൈംഗിക ചൂഷണം മാത്രമല്ലല്ലോ, വേറെ തരത്തിലുള്ള ചൂഷണങ്ങളും ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഉണ്ട്. അത് പല തരത്തിലുണ്ട്. ഉദാഹരണത്തിന് ഭയങ്കര കഠിനമായ ജോലി സമയം, അതെ, ആവശ്യത്തിന് റെസ്റ്റ് കിട്ടില്ല, പിന്നെ മാനസികമായി തളർത്തുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ, സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻ എന്നൊക്കെ പറയില്ലേ, അതും സാധാരണമാണ്. ഇതൊന്നുമല്ലാതെ വേറൊരു കാര്യമുണ്ട്. ഇൻഡസ്ട്രിയിൽ ഇതൊക്കെ ഉണ്ടാവും, തുടക്കത്തിൽ ഇതൊക്കെ സഹിക്കണം. ഈ പേയിങ് ഡ്യൂസ് എന്ന് ഇംഗ്ലീഷിൽ പറയില്ലേ, പറയും. അതുപോലെയുള്ള ന്യായീകരണങ്ങൾ പറഞ്ഞ് ഈ ചൂഷണത്തെ നോർമലൈസ് ചെയ്യുന്ന ഒരു കൾച്ചർ, അതും കാണാൻ പറ്റും. ശരിയാണ്. യുവതാരങ്ങളെ കൊണ്ട് അവർക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ലാത്ത സീനുകളിൽ അഭിനയിപ്പിക്കുക, അതെ, അല്ലെങ്കിൽ ഒട്ടും വിശ്രമമില്ലാതെ ജോലി ചെയ്യിപ്പിക്കുക, അവരുടെ പ്രൈവസിയെ മാനിക്കാത്ത പബ്ലിസിറ്റി സ്റ്റണ്ടുകളുടെ ഭാഗമാക്കുക, എന്നിട്ട് ഇതെല്ലാം കലയ്ക്കു വേണ്ടിയാണ് അല്ലെങ്കിൽ പ്രശസ്തിക്കു വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് അതിനെ ന്യായീകരിക്കുകയും ചെയ്യും. ഇത് ഹോളിവുഡിൽ മാത്രമാണെന്ന് നമ്മൾ കരുതരുത് കേട്ടോ. ഇന്ത്യയിലടക്കം ലോകത്തുള്ള ഒട്ടുമിക്ക സിനിമാ ഇൻഡസ്ട്രികളിലും ഈ രീതികൾ കാണാം. നമ്മുടെ നാട്ടിലും തീർച്ചയായും നമ്മുടെ നാട്ടിലും നടിമാർക്ക് മോശം അനുഭവങ്ങൾ ഉണ്ടാവുന്നതും, അത് തുറന്നു പറഞ്ഞാൽ പിന്നെ അവസരങ്ങൾ കിട്ടാതാവുന്നതും, അവരെ ഒറ്റപ്പെടുത്തുന്നതും ഒക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് നിയമ നടപടികളിലേക്ക് പോകുന്നത് വളരെ കുറവാണ്. അതെന്തായിരിക്കും കാരണം, നിയമ നടപടികൾ കുറവാകാൻ? അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഇത് തെളിയിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. ശരിയാണ്. 2, തുറന്നു പറഞ്ഞാൽ എന്റെ കരിയർ പോകുമെന്നുള്ള പേടി. മൂന്നാമത്തത്, ഈ അധികാരത്തിലുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു രീതി. അത് ഇൻഡസ്ട്രിയിൽ തന്നെയുണ്ട്. ഒരു നിശബ്ദതയുടെ സംസ്കാരമെന്ന് വേണമെങ്കിൽ പറയാം.